കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. വീഡിയോയിട്ട് എടുക്കാം. അപ്പോൾ ഗായ്സ് ഞാനൊരു മോഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മോഡിലുണ്ടോ ഇതൊക്കെ ഉണ്ടോ, അനങ്ങുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സീനാണ്. നമുക്ക് അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെള്ളം കണ്ടോ? വെള്ളം ഇതെന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ എന്താ നല്ല രസമുണ്ട്. ഇനി അടുത്ത് നിങ്ങൾ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ഷൻ സ്റ്റഫിനെ കുറിച്ച് അറിയാമെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുണ്ടാവും. ആക്ഷൻ സ്റ്റഫിൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഈ ഒരു ആനിമേഷനാണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഈ ഒരു മൂഡ് നല്ല യൂസാണ്. വെച്ച് നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് ആക്ഷൻ സ്റ്റഫ് തന്നെ. ഇത് നോക്കിക്കോ ഗായ്സ്, ഞാൻ ചാടുമ്പോൾ ഇത് കണ്ടോ, ഇത് രസം അറിയും ചാടുന്നൊക്കെ കാണാൻ. ജസ്റ്റ് നല്ല സീനായിട്ടുണ്ട് ഗായ്സ്. നമുക്കിതിൽ ഒരു ഫണ്ണായിട്ടുള്ള തിങ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്കിതിൽ മോഹൻലാലൊക്കെ ആവാൻ പറ്റും. കാണിച്ചു തരാം ഗൈസ്. അതൊക്കെ കണ്ടോ ഗൈസ്, നമ്മൾ മോഹൻലാലാണ് ഇപ്പോൾ. ചെരിഞ്ഞൊരു നടത്താണ്. ഇതിൻ്റെ അടുത്ത കാര്യം എന്താ വെച്ചാൽ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ ഗൈസ്. എന്താ വെച്ചാൽ നമ്മളിതിൽ അമ്പ് വിടുന്ന നോക്കിക്കോ. അമ്പ് വിടുന്നില്ലല്ലോ, അമ്പ് തീർന്നു. ഗൈസ് അമ്പ് തീർന്നു. ഞാൻ അമ്പ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. നമുക്കൊന്ന് വീഡിയോയിട്ട് കിടക്കാം. ഗായ്സ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കൺട്രോൾ മാറ്റിയിട്ടുണ്ട്. കൺട്രോൾ ടെക്സ്ചർ പാക്ക് ഇട്ടുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീടൊക്കെ എക്സ്റ്റെൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ സ്റ്റോറേജ് സിസ്റ്റം വെക്കാനാണ് നോക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കണ്ടോ ഡ്രൈഡ് ഗ്യാസിന് കിട്ടിയിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ് ആണ് ഡ്രൈഡ് ഗ്യാസ്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈഡ് ഗ്യാസിൻ്റെ അടുത്ത് വെള്ളത്തിൽ വെക്കാം. വെള്ളത്തിൽ വെച്ചിട്ടില്ല, ഇതിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാവട്ടെ. ആ സമയം കൊണ്ട് നമുക്കില്ലേ വേറെ കുറച്ച് പരിപാടികളുണ്ട്. എന്താ വെച്ചാൽ വീടിന് മുമ്പ് കാണാനേ രസമുള്ളൂ. നമുക്കിതിൻ്റെ ബാക്കും കൂടെ ഒന്ന് രസമാക്കി എടുക്കാം. പിന്നെ നമുക്കിന്ന് എലൈറ്റർ ഉപയോഗിച്ച് നമ്മൾ പറന്നിട്ട് നമുക്ക് പുതിയൊരു പെറ്റിനെ കണ്ടുപിടിക്കാം. ഇതിലിപ്പോൾ പുതിയ അപ്ഡേറ്റിലായിട്ട് ക്യാമലൊക്കെ വന്നിട്ടുണ്ട്. ക്യാമൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം, അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെയൊക്കെ എടുക്കണം. കുറച്ച് പരിപാടി ഉണ്ട്. നമ്മളങ്ങനെ എലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ ഇതൊക്കെ കുറച്ച് പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, നമുക്കിതിൽ ഫുഡിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു ഫുഡ് ഫാം ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വില്ലേജറിനെ കൊണ്ടുവരണം. അടുത്ത വീഡിയോയിൽ ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല കിണ്ണാക്കി എടുത്തേ പറ്റൂ. എന്താ വെച്ചാൽ നമ്മൾ ഈ സീരീസ് തുടങ്ങിയിട്ട് ഇതിപ്പോൾ 7ാമത്തെ എപ്പിസോഡ് എങ്ങാണ്ടാണ്. നമുക്ക് ഇതുവരെയായിട്ട് മര്യാദയ്ക്ക് ഒരു എന്താ പറയുക ട്രേഡിംഗ് ഹോള് പോലില്ല. നമുക്ക് ട്രേഡിംഗ് ഹോളൊക്കെ സെറ്റാക്കാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വലുതല്ല 2-3 വില്ലേജ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം ഗൈസ്. ഞാൻ പിന്നെ പറയാൻ വിട്ടൊരു കാര്യം, നവീൻ മച്ചാന്ന് പറയുന്നത് നവീൻ വൈറ്റി, അവരുടെ ചാനലിൽ ഞാൻ കയറിയിട്ടുണ്ട്. ചാനലല്ല, ഗ്യാങ് MRS ഗ്യാങ് എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ നമ്മളുണ്ട്. അത്യാവശ്യം കിണ്ണം ഇതാണ് അവരുടെ ഗൈസ്. ഞാൻ കാണിക്കില്ല, കുറച്ച് നേരം എടുക്കും. ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് വീഡിയോയിലുള്ളൊക്കെ അത്യാവശ്യം നല്ല കിണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ആള് റെഡിയായെന്ന് പോയി നോക്കിയിട്ട് വരാം. സ്നോബോളപ്പം കൈപ്പിടിക്കും. എൻ്റെ മുഖത്തിൽ വലിയ മാറ്റങ്ങൾ ഇല്ല ഗൈസ്. മുഖപ്പോൾ അങ്ങനെ തന്നെയാണ്. കുറച്ച് നേരം എടുക്കുമെന്ന് തോന്നുന്നു എൻ്റെ മുഖത്ത് നിന്ന് റെഡിയായി വരാൻ. എന്ന സമയം കൊണ്ട് ഈ സൈഡിലുള്ള ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതാണ് എനിക്കിഷ്ടമില്ലാത്തത്. ബാക്കി എനിക്കെല്ലാം ഇഷ്ടമായി. എന്താ വെച്ചാൽ ബാക്കിയൊക്കെ അത്യാവശ്യം കിടന്നാണ്. നമുക്ക് വെള്ളത്തിൻ്റെ ഒരു നീല കളർ ഇത്തിരി ഡാർക്ക് മാത്രമാണ്. ഇതേ കാര്യം നമ്മൾ ടിപ്സ് സ്ഥാനമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ശരിയാണ്. ഓക്കെ, ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ടൊക്കെ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ
തുറക്കാം. ഈ ബോട്ട് നമ്മൾ ഐറ്റം ഫ്രീയിൽ നോക്കാൻ മറന്നല്ലോ. പിന്നെ ഗൈസ് ഞാനൊരു ബണ്ടിലുണ്ടാക്കി. ബണ്ടിൽ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ അപ്ഡേറ്റിൽ പുതിയതായിട്ട് എന്നൊരു സംഭവമാണ് ബണ്ടിൽ. കാണിച്ചു ഇതാണ് സംഭവം. കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും. തിരിച്ചു കൊടുത്തിട്ട് പറ്റുമോ? അതും പറ്റും. ഓക്കെ, അതിൻ്റെ ഉള്ളിലിരിക്കട്ടെ. ഇത് സ്ഥലം ലാഭിക്കുന്നുണ്ട്. സാഡലും വെക്കാം. ഇത് നിറഞ്ഞു. അയ്യോ, അത് ഉണ്ടായി. ടോർച്ചെടുത്തോ? ഓക്കെ, മതി. ഇവൻ നമ്മുടെ ഇവിടെ ഇരിക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടിയത്, സ്നോ ബോൾ കിട്ടി. ഷീൽഡിടാൻ പറഞ്ഞാൽ ഷീൽഡൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിവൻ വരുന്ന സമയം കൊണ്ട് സാൻഡീനെ കണ്ടുപിടിക്കാൻ പോയില്ലോ. അയ്യോ, അത് പറ്റില്ല. നമുക്ക് ഇവൻ്റെ മുഖം മാറിട്ടോ ഗൈസ്. നോക്കിക്കേ, മുഖം മാറിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്രൗച്ച് ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞ കാര്യം നോക്കിക്കോ ഗൈസ്. നമ്മൾ ഇത് ക്രൗച്ച് ചെയ്യുമ്പോൾ ഇതുണ്ടോ ഞാൻ ഷീൽഡ് പിടിക്കുന്നതൊക്കെ കറക്റ്റ് ആക്ഷൻ സ്റ്റഫ് തന്നെ. കറക്റ്റ് ആക്ഷൻ സ്റ്റഫ്. അതുകൊണ്ടാണ് ഗൈസ് ഞാനിതെടുത്തത്. എൻ്റെ മുഖം കണ്ടില്ലേ? ഞാൻ സുന്ദരനല്ലേ? എന്തൊക്കെ ഉണ്ടല്ലേ ഗൈസ്? ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ഇട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതെങ്ങനെ എടുക്കണേന്നൊക്കെ കാണിച്ചു തരാം. ഗൈസ്, പിന്നെ ഞാൻ എൻ്റെ പുറകിലൊരു കേപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എലൈറ്ററൊക്കെ ഇടുമ്പോൾ അത് വേറെ രൂപത്തിലാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, എനിക്ക് കുറച്ച് ഗോൾഡ് ഉണ്ട്. ഞാനൊരു ഗോൾഡിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ വേറെ പിക്കാക്സ് ഒന്നുമില്ല ഗൈസ്. അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ഒരു ബോട്ട് ഉണ്ടാക്കാൻ പറ്റും, ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഒരു ശവലും കൂടെ ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ ഇത്തിരി കൂടി വരുന്നുണ്ട്. 600. ഞാൻ ഈ 7 ഡയമണ്ട് എന്തിനാ എടുത്തു വെച്ചിട്ടില്ലെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ടെംപ്ലേറ്റൊക്കെ കിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത് വെച്ചത്. അതല്ല ഗൈസ്, ഇതിൻ്റെ വേറെ ഫീച്ചർ എന്താ വെച്ചാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ, അതുവരെ ഇങ്ങനെ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഇല ഇതുണ്ടോ, ഇതാണ്. നെറ്റ് ഓഫാക്കിടാം. ഓക്കെ, ഓഫായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. സ്പീഡിൽ ഓടുമ്പോഴാണ് രസം. ഓക്കെ, കാണിച്ചു തരാം. നോക്കിക്കോട്ടെ ഗായ്സ്, കണ്ടോ? കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗായ്സ്, എന്ത് രസമുണ്ടെന്ന് നോക്കിയത്. അത് രസമില്ല ഇത് കാണാൻ? സാധാ റേറ്റിനെക്കാട്ടും കാണാൻ അത് രസമുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഓടുന്നുള്ള സീൻ കാണിച്ചു തരാം. ഓടുമ്പോൾ കണ്ടോ ഫാസ്റ്റ് ഓടുമ്പോൾ ഇത് ഞാൻ ഇതിട്ടിട്ട് കാണിച്ചു തരാം. ചെസ്റ്റ് പ്ലേറ്റിട്ട് ഓടുമ്പോൾ ഉണ്ട് അതിൻ്റെ പുറകത്തെ കേപ്പൊക്കെ ഇതിൻ്റെ ഉള്ളത്തെ ഈ ഒരു സംഭവം ഉണ്ടാവില്ല, അതാണ് ഇതിൻ്റെ മുകളിലോട്ട് വരുന്നത്. ചെക്കൻ്റെ മുഖത്തിലോട്ട് മാറിയിട്ടില്ല. അവൻ്റെ മുഖം ഒന്ന് സ്മൈലി ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ കയ്യിൽ ഈ സ്നോ ബോൾ ഓടിച്ചപ്പോൾ അവൻ്റെ മുഖം സ്മൈലി ആയി. ഇത്ര പെട്ടെന്ന് നോക്കണേ. നമുക്ക് കുറച്ചേരം AFK നിൽക്കാം.
നമുക്ക് അതുവരെ എന്തെങ്കിലുമൊക്കെ പറയാം. ഗൈസ് ഞാൻ പിന്നെ ഈ ഒരു യെല്ലോ കളർ ഹാർനെസ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. എന്താ ചെയ്യേണ്ടത് നമുക്ക്. ഗൈസ് എൻ്റെ നമുക്ക് ഇവന്ന് നോക്കുന്ന എന്തായാലും ഇനിയും കുറച്ച് നേരം എടുക്കും. ആ സമയം കൊണ്ട് നമ്മുടെ അച്ചു സുഖല്ലേ? നമ്മളെ മറന്നോ? ഏയ് നമ്മളെ മറക്കുന്നൊന്നും തോന്നുന്നില്ല. മറക്കരുത് കേട്ടോ. നമുക്കിന്ന് മൊത്തം നമ്മുടെ ഡാമല്ലല്ലോ ജിംറൂട്ടൻ്റെ കൂടെ നമ്മൾ മൊത്തം ദിവസം. ഇവനെന്തെങ്കിലും വളർന്നു വരുമോ? പാർട്ടിക്കിൾസ് വരുന്ന സമയത്ത് മാത്രമേ സൗണ്ട് ഉണ്ട്. അച്ചു നീ അവിടെ ഇരി, പിന്നെ ചിലപ്പോൾ അടിച്ചു. നമ്മുടെ ജിംബ്രു വീടൊന്നും നമുക്ക് വീട് കാണിക്കണം. ബണ്ടിലിപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് ഗൈസ്. നമ്മുടെ എലൈറ്റർ നമുക്ക് മാറ്റി വെക്കാം. എന്നുവെച്ചാൽ നമുക്ക് പെരേറ്റർ ആവശ്യമില്ല. ഒറ്റ വിട്ടില്ല, അപ്പോഴത്തേക്ക് എൻ്റെ ഹെൽത്ത് കുറയുന്നു. എൻ്റെ നല്ല ഹെൽത്ത് കുറയുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ വെച്ച് തിരിച്ചോളത്തിന് വെച്ചേക്കാം. ഇതെന്തെങ്കിലും വരുമോ? 7 മിനിറ്റായി. ജിംബ്രൂട്ടാ നീ ഇവനെ നോക്കിക്കൊണ്ടിരി, ഞാനിപ്പോൾ വരും. ഇവനേതായാലും വളർന്നില്ലേ? ഇനിയും കുറേ നേരം എടുക്കും തോന്നുന്നുണ്ടല്ലോ ഗൈസ്. പാർട്ടിക്കിൾസ് മാത്രം കാണിക്കുന്നുണ്ട്, പക്ഷെ അവൻ വളരുന്നില്ല. ഉച്ച വേഗം വാ. എന്നാ നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഈ ഷീൽഡ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നു. എന്നെ കണ്ടോ? എന്ത് രസം എന്നെ. വളർന്നു വരുന്നതിന് മുമ്പേ ഷൾക്കർ ബോക്സിൽ കൊണ്ടുപോയിട്ട് എൻ്റെ എലൈറ്റർ വെച്ചുകൊണ്ട് വരാം. ഇപ്പോഴാണ് നമ്മുടെ വീട് കാണാൻ എൻ്റെ വീട് കാണാൻ കുറച്ചും കൂടി രസമായി. കുറേ സെറ്റപ്പ് ഇതല്ല ഇതിലോട്ടേക്ക് എലൈറ്റർ എടുത്ത് വെക്കാം. ഇതിലുള്ള നമുക്കൊരു അയണിൻ്റെ ഒരു ഷവറുണ്ട്. അതെടുത്ത് കൈ പിടിച്ചിട്ട് നമ്മുടെ ഡയമണ്ടിൻ്റെ ഷവർ അങ്ങ് എടുത്ത് വെച്ചേക്കാം. ഡയമണ്ടിൻ്റെ ഷവറിന് ഗോൾഡാണ്, ഫോർച്യൂൺ 3 കളറാണ്. അവിടെ എടുത്ത് വെച്ചേക്കാം. ഞാനിപ്പോൾ എന്തിനാ ഗോൾഡിൻ്റെ ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എതിർലോട്ടൊക്കെ പോകണമെങ്കിൽ. ഗായ്സ് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗായ്സ്. ഗ്യാസ്ലിങ് ഞാൻ എലൈറ്റർ ഒട്ടക്കാൻ നോക്കണ്ടായിരുന്നു. വളരെ ഓ ഗായ്സ് വളർന്ന്. ഞാൻ അറിയേണ്ടവൻ അടിച്ചു പോയി. ഇങ്ങോട്ട് വാ ജിംബ്രോട്ടോ, നീ കണ്ടോ അത്? ഇവിടെ പുതിയ ഗ്യാസ്ലിങ് വന്ന്. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ ഒരു പുതിയ ഗസ്റ്റ്. ഗായ്സ് ഞാനിപ്പോൾ നോക്ക് ഗായ്സ്, ഇതാരാണ് ഗായ്സ്? ഇത് നോക്കിക്കേ, അവനെ കണ്ണാടി ഇട്ട് ഇങ്ങനെ വരുന്ന ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കണ്ണാടി ഇട്ടവൻ ഗായ്സ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു പുതിയൊരു പെറ്റിനെ കിട്ടി. ഗായ്സ് പുതിയ പെറ്റ് ഇവൻ തന്നെ. അയ്യോ ഞാൻ സുധീഷിനെ വിളിച്ചില്ല. സുധീഷല്ല, ജിംബ്രുവിനെ വിളിച്ചിട്ട്. എടാ ജിംബ്രു, ചത്തില്ല. എടാ ജിംബ്രു നീറ്റ് വാടാ, നമ്മുടെ പുതിയ പെറ്റിനെ കാണടാ. ഗൈസ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു സംഭവം വന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാലേ നമ്മളിപ്പോൾ ഒരു ലീഡുണ്ട് വിചാരിച്ചോ. നമുക്ക് ലീഡ് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഊരുന്ന സമയത്ത് അത് പൊട്ടിപ്പോയില്ലേ. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ഇങ്ങോട്ടോടാ ഇവ സീന് കേട്ടോ. ജിംബ്രോ കണ്ടോ? നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തോണ്ടിരുന്നവൻ പോലെ താഴോട്ട് നോക്കാം.
ഇവിടെയാണ് അവൻ സ്പോൺ ചെയ്തത്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഇവന് നമുക്ക് എന്ത് പേര് കൊടുക്കും? ഇവൻ്റെ പേരാണ് ബലൂൺ. എടാ ബലൂണേ, ഇങ്ങോട്ട്. ബലൂണെ നെതറിൻ്റെ ഉള്ളിടത്തൊന്നും കയറരുത്. അത് നിൻ്റെ വേറൊരു സ്പേസാണ്, അങ്ങോട്ട് പോവാനേ പാടില്ല, കേട്ടല്ലോ? നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് കയറാം. അടിച്ചു പോകരുത്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ മേലെ കയറിയിട്ട് സ്നോബിൾ കൈ പിടിക്കാം. അപ്പോൾ നമുക്ക് അവനെ അടുത്തോട്ട് വരും, വലിയിട്ടെടുത്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ സ്ലിറ്റ് ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വാടാ. പോലെ എനിക്കൊന്ന് റീച്ച് ആവുന്നില്ലല്ലോ. ഞാൻ സ്നോബോൾ എറിഞ്ഞു പോയി. എനിക്കെന്താ പിന്നെ ലീഡ് ചെയ്യാൻ പറ്റാത്തത്? പക്ഷെ എനിക്കതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും വാ. ഞാൻ ഇപ്പോഴും ലീഡ് ചെയ്യും. അടുത്തോട്ട് അവിടെ തന്നെ ഒക്കെ പോരുത്. പിന്നെ ഒരു ആൻസറിനൊക്കെ ഇല്ലാത്തവനാണ്. അയ്യോ, ഞാനിപ്പോൾ പിടിച്ചോണ്ട് എങ്ങനെ ചെയ്യും? ഐഡിയ, കുറച്ച് ബ്ലോക്സ് എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് തീർട്ടുണ്ട്. പരിപാടി നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് കയറാം. ഇതേവൻ താഴോട്ട് വന്നു. ഇവിടെ